Guys, good morning and welcome to our new vlog. നമ്മുടെ 3 ദിവസത്തെ അടിപൊളി മെമ്മറബിൾ സ്റ്റേ ഇൻ ദിസ് അമേസിംഗ് സ്പാ ഹോട്ടൽ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോവാണ്. ഇവിടുന്ന് കാർ എടുത്ത് തൈപ്പേ പോയി കാർ കൊടുത്തിട്ട് ട്രെയിൻ കയറി ബുള്ളറ്റ് ട്രെയിൻ, ഞങ്ങളുടെ ഫസ്റ്റ് ബുള്ളറ്റ് ട്രെയിൻ ജേർണിയും കൂടെയാണ് തൈവാനിലെ. അത് എടുത്തിട്ടാണ് നമുക്ക് പോകേണ്ടത്. കുറേ പരിപാടിയുണ്ട്, പെട്ടികൾ പൊക്കി എടുത്ത് വെക്കാൻ ഒരുപാടുണ്ട്. സോ നമ്മുടെ ജേർണി തുടങ്ങുവാണ്. വെരി എക്സൈറ്റഡ് ടു ട്രൈ ദ ബുള്ളറ്റ് ട്രെയിൻ ഇൻ തൈവാൻ ഓൾസോ. പ്രിയ കഴിഞ്ഞു, സ്പാ ഹോട്ടൽ കഴിഞ്ഞു, ഇനി അങ്ങോട്ട് തുടങ്ങുവാണ് നടത്തവും എക്സ്പ്ലോറേഷനും. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ ഹോട്ടലല്ലേ? ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നില്ലേ? പാലാഭിഷേകം, വൈനാഭിഷേകം. പ്രിയതേ നമ്മുടെ നൈറ്റ് ഡ്രസ് ഇട്ടുകൊണ്ട് നടക്കുന്നത് ഞാൻ പറഞ്ഞല്ലേ പ്രിയ, ഇത് ഔട്ട്ഡോർ ആയിട്ട് ഇടുന്നു. നോക്കിക്കോ. ഇന്ന് ഒരുപാട് ട്രാവലും ഉണ്ട്. അതിനൊക്കെ കാട്ടി പ്രശ്നം ഈ പെട്ടികളെല്ലാം കൂടെ ഞാൻ ഇങ്ങനെ ചുമന്ന് ട്രെയിനിൽ കയറ്റും എന്നാണ് എനിക്കൊരു ഡൗട്ട്. പ്ലാറ്റ്ഫോം മാറി ട്രെയിൻ കയറി പിന്നെ ഇറക്കി ടാക്സി കയറ്റി ഹോട്ടലിലെത്തണം. ഇന്നത്തെ വ്ളോഗ് കുളമായിരിക്കും. ഭയങ്കരമായിട്ട് പണി കിട്ടി. നല്ല ലാൻഡ്സ്കേപ്പ് ഒക്കെയാണ്. ഇത് ഏകദേശം നിങ്ങൾ വിശ്വസിക്കില്ല, ഒരു 8 to 10 kilometers ഓഫ് ദിസ് ട്രാഫിക് ജാം ആണ്. ഞങ്ങൾ ഈ സൈഡിൽ കൂടെ എടുത്തോണ്ട് പോയി വേറെ ഇട റോഡിൽ കൂടെ കയറി തിരിച്ച് ഞങ്ങള് ഒരു 4 കിലോമീറ്റർ കറങ്ങി ഇവിടം വരെ എത്തി. അപ്പോ റെന്റ് കാറ് കറക്റ്റ് ടൈമിന് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. ട്രെയിൻ നാട്ടിൽ ഇത്രയും ട്രാഫിക് ഒന്നും ഇതുവരെ കടന്നിട്ടില്ല. പിന്നെ രണ്ടാമത് ട്രെയിൻ ഞങ്ങൾക്ക് മിസ്സാവും. ഇപ്പൊ സമയം 1 ആണ്. ശരിക്കും ഇവിടുന്ന് 45 minutes ഉള്ളു തൈപ്പേ സ്റ്റേഷൻ. എനിക്ക് 2 മണിക്കാണ് കാറ് കൊടുക്കേണ്ടത്, 3 മണിക്കാണ് ട്രെയിൻ. ഇതിലെല്ലാം കുളവും. എത്ര പൈസ നഷ്ടവും എന്തൊക്കെയാവും എന്നുള്ളതൊക്കെ ഇനിയിപ്പോൾ വഴിയെ അറിയാം. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ട്രാഫിക് ബ്ലോക്കിൽ, ഇത്രയും രാജ്യത്തെ ട്രാവൽ ചെയ്തിട്ട് ഇത്രയും വൃത്തിയായിട്ട് ട്രാഫിക് ബ്ലോക്കിൽ കിടന്ന് ഞങ്ങൾക്ക് ഒരു സംഭവങ്ങൾ ഫുൾ ഡേ കുളമാവുന്നത്. എന്തൊരു ബ്ലോക്ക് എനിക്ക് ഇപ്പൊ കാണിക്കാൻ പറ്റില്ലല്ലോ. ഡ്രോൺ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോനെ. വളമുണ്ടോണ്ട് നിങ്ങൾക്ക് ചിലപ്പോ കാണാൻ പറ്റും ബ്ലോക്ക്. ആ കിടക്കുന്നൊക്കെ കാസാണ്. ഇത് കണ്ടോ, കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതൊന്നുമല്ല, അങ്ങ് 8 കിലോമീറ്റർ ഗൂഗിൾ മാപ്പ് കാണിക്കുന്ന ബ്ലോക്ക്. 2 മണിക്കൂറായ ഞാൻ കിലോമീറ്റർ കണക്ക് നോക്കുമായിരുന്നു. 1.5 കിലോമീറ്ററേ പോയിട്ടുള്ളൂ. പ്രിയ, എന്തെങ്കിലും പറയാനുണ്ടോ തൈപ്പേ ബ്ലോക്കിനെ കുറിച്ച്, തൈവാൻ ബ്ലോക്കിനെ കുറിച്ച്? ഞാൻ എന്ത് ചെയ്യാനാ ബ്ലോക്ക് കാരണം? ജീവിതത്തില് എന്റെ ജീവിതത്തില് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ഈ ബ്ലോക്ക്. അതെ, പിന്നെ എറണാകുളമൊക്കെ എന്ത് ഭേദം. സത്യം. പപ്പ, ഈ മാസം ഡിറ്റർജന്റ് കൊണ്ട് സേവ് ചെയ്ത കാശ് എനിക്കുള്ള പോക്കറ്റ് മണിയാണ്. ഓരോ അലക്കും ഇനി അനായാസം. സ്കോട്ട് പവർ ലിക്വിഡ് ഡിറ്റർജന്റ് വെറും 299 രൂപയ്ക്ക്. കാറൊക്കെ തിരിച്ച് റിട്ടേൺ ചെയ്തു. ഒരിക്കലും ഞാൻ തൈപ്പയിൽ ഡ്രൈവ് ചെയ്യണം എന്ന് പറയില്ല കേട്ടോ. ഭയങ്കര പാടാണ് ഡ്രൈവ് ചെയ്യാനായിട്ട്. റോഡ് സൈൻസ് മനസ്സിലാവില്ല. 2 വീലേഴ്സ് ഭയങ്കര അഗ്രസീവ് ആണ്. സിറ്റിക്കകത്ത് ഭയങ്കര പാടാണ്. പക്ഷെ ഭാഗ്യത്തിന് ടോള് 200 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ ഒരു 450 രൂപ പ്ലസ് ഞാൻ ലേറ്റ് ആയതിന് അവരെൻ്റെ ഇടയിൽ 2 മണിക്കൂർ ലേറ്റ്, അതിനൊരു 500 രൂപ വാങ്ങി. വിച്ച് ഇസ് ഓക്കെ. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. കാറിന് ഡാമേജ് ഒന്നും ഇല്ല. വേറെ എക്സസ് പൈസ ഒന്നും കൊടുത്തില്ല. ഞാൻ 25,000 രൂപ ഡെപ്പോസിറ്റ് കൊടുത്തു ക്രെഡിറ്റ് കാർഡ് വഴി. അത് തിരിച്ച് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് പ്രശ്നം വലിയ കുഴപ്പമില്ലാതെ പോയി. ഇനി ട്രെയിൻ ടിക്കറ്റിൻ്റെ കാര്യം നോക്കട്ടെ എന്തായിരുന്നു. ഇതുവരെ ഇത് കഴിച്ചു, ഞങ്ങൾ ആരും ഒന്നും കഴിച്ചിട്ടില്ല. രാവിലെ ഇപ്പം ഇവിടെ ഏകദേശം 4 മണിയായി. 1/2 മണിക്കൂറായിട്ട് ഇരിക്കുക. വിശന്നിരിക്കുകയായിരിക്കും. ഇപ്പോൾ വീഡിയോ എടുക്കാൻ പോകുമ്പോഴായിരിക്കും നല്ലത് കിട്ടുന്നത്. ഞാൻ കാറുകൊണ്ടേ കൊടുത്ത് തിരിച്ച് നടന്നു വന്നു. ഇവിടെ ഞാൻ കാര്യം പറഞ്ഞുതരാം. ട്രെയിൻ സ്റ്റേഷൻ അടിപൊളിയാണ് കേട്ടോ. സമയം ഉണ്ടെങ്കിൽ അത് തന്നെ വ്ളോഗ് ചെയ്യാനുള്ളതുണ്ട്. ഇവിടെ ഒരു ഫേക്ക് ട്രെയിനൊക്കെ വെച്ചിട്ടുണ്ട്. പ്രിയ, 15 മിനിറ്റിൽ പോയ ട്രെയിൻ കിട്ടും. വേഗം വാ, വേറെ ട്രെയിൻ ഉണ്ട്. 1 മണിക്കൂറിനുള്ളിലുള്ള ട്രെയിൻ മിസ് ചെയ്താൽ കിട്ടും. വേഗം വാ. എന്താ എന്തായാലും എല്ലാം ഗുഡ് ന്യൂസാ. കാർ അവർ 500 രൂപ എക്സ്ട്രാ എടുത്തു. 2 hours ലേറ്റ് ആയത്. ട്രെയിൻ ഇനി നമ്മൾ അൺറിസർവ്ഡ് കോച്ചിൽ കയറണം. എന്നാൽ സീറ്റ് കിട്ടുമില്ലെന്ന് അറിയില്ല. കിട്ടും. ഇഷ്ടംമാതിരി ട്രെയിൻ ഉണ്ട്. എല്ലാ 15 മിനിറ്റ് ഇടവിട്ട് ട്രെയിൻസ് ഉണ്ട്. അതിൽ കയറിയാൽ വേറെ പൈസ ആവില്ല. ഇപ്പൊ ഫുഡ് വല്ലതും വേണോ? അല്ല, ഫുഡ് കഴിച്ചിട്ട് പോവാം. ഇനി ട്രെയിൻ 9 മണി 10 മണി വരെ ഉണ്ട്. ഇല്ല, നമുക്ക് അതല്ല, ബുള്ളറ്റ് ട്രെയിനാ. നമുക്ക് ഫുഡ് കഴിക്കാം. കോഫിയും സ്നാക്കും ട്രെയിനിൻ്റെ അകത്തിരുന്ന് കഴിക്കാം. ഹലോ, ആഹാ, സ്റ്റേഷൻ കാണണം എൻ്റെ പ്രിയ. സ്റ്റേഷൻ നോക്കിയേ, എന്ത് സംഭവം അല്ലേ. ഈ ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്യുന്നത് ട്രെയിൻ മിസ് ചെയ്തിട്ടൊന്നും ആയിരിക്കില്ല.
എനിക്കത് രാത്രി വല്ലതായിരിക്കും ട്രെയിൻ, അതിനുവേണ്ടി അവർ ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. ഗോർമേ ഫുഡ് കോർട്ട് ഉണ്ട് മുകളിലുള്ള ഫസ്റ്റ് ഫ്ലോർ മൊത്തം ഗോർമേ ഫുഡ് കോർട്ടാണ്. സോ ഈ കോട്ട് സ്റ്റാർബക്സ്, മെക്ഡോണൾഡ്സ് അങ്ങനത്തെ എല്ലാം. അടിയിൽ ഇതുപോലത്തെ സ്നാക്സ് നമുക്ക് ട്രെയിനിൽ വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റും. സ്നാക്സ്, ജാപ്പനീസ് സ്നാക്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മൊത്തം അതാണ്. എന്താ അല്ലേ, എന്ത് വലിയ സ്റ്റേഷനാന്ന് നോക്ക്. തൽക്കാലത്തേക്ക് വിശപ്പടക്കാനായിട്ട് ഇവിടുത്തെ ഫുഡ് കോർട്ട് ഉണ്ടല്ലോ, നമ്മുടെ മോളൊക്കെ മാറി നിൽക്കും. എനിക്കൊന്നൊരു 100 ഫുഡ് കോർട്ട് ഉണ്ട്. പക്ഷെ ഇരിക്കാൻ സ്ഥലമില്ല, അതുകൊണ്ടാണ് എല്ലാരും തറയിലിരുന്ന് കഴിക്കുന്നത്. മോളല്ല, ഫുഡ് കോർട്ട്സ് മാത്രം, കൗണ്ടേഴ്സ് മാത്രം. എല്ലാരും തറയിലൊക്കെ ഇരിക്കുന്നു. ഇവിടുത്തെ വയസ്സായവർക്കൊക്കെ നന്നായി തറയുന്നിരുന്ന് എഴുന്നേക്കാം. ഇത് കസ്റ്റേർഡാ, തൽക്കാലത്തേക്ക് അത് പോരെ. എന്തായാലും എല്ലാം നന്നായി. ഞാൻ അവിടുത്തെ ഹോട്ടലും കൂടെ നന്നായാൽ മതിയായിരുന്നു അല്ലേ. ചെറുതാണെങ്കിൽ അതും ഫ്ലോപ്പോ. ഞാൻ പോയി ഫുഡ് വാങ്ങിട്ട് വരാം. ഒരു ഹസ്ബൻഡിനോ ഒന്ന് വേണോ, ഒരു കടി വേണോ? പോലും എനിക്ക് വീഡിയോ എടുക്കാൻ ടൈം കിട്ടുന്നില്ല. എന്റെ കോലം നോക്ക്, വേർത്ത് പൊളിച്ച് ഓടി. അതെ, വേഗം പോയി സീറ്റ് പിടിച്ചോ. 3 പേർക്ക് ഒരുമിച്ചുള്ളത്, സീറ്റ് നമ്പർ ഒന്നും ഇല്ല. ഓക്കെ, പെട്ടി ഞാൻ എങ്ങനെയെങ്കിലും കയറ്റാം. എന്നെയാണ് സമ്മതിക്കേണ്ടത് പ്രിയ. ഒരു 50,000 രൂപ ട്രിപ്പ് കഴിഞ്ഞാൽ എനിക്ക് തന്നാ. നിങ്ങളുടെ എല്ലാം പ്ലാൻ ചെയ്ത് നിങ്ങളെ കൊണ്ടു നടന്ന് ഇത്രയും പെട്ടികൾ എടുത്തത്, എല്ലാ പെട്ടികളും ഇവിടെ വെച്ച് ലാസ്റ്റ് സീറ്റ് കിട്ടിയോണ്ട് നമുക്ക് ബാക്കിലേക്കും പെട്ടി വെക്കാൻ ഭാഗ്യത്തിന് സ്ഥലം കിട്ടി. ഇവിടെ നമ്മുടെ പെട്ടി വെച്ചു. റാം, ഇത് എല്ലാം കൂടെ ദില്ലു ദ മസിൽമാനാണ് ബുക്ക് ചെയ്തത്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണ്ട ഫുഡും എൻ്റെ ബാഗിലുണ്ട്. പ്രിയ വിൻഡോ സൈഡിൽ കയറി ഇരിക്കുവാണ്. ഒരു പെട്ടി വലിയ മറ്റേ എയർപോർട്ടിൽ മറ്റെന്താ UDC നടക്കുന്ന പോലെ ഒരു പെട്ടി ഹെൽപ്പ് ചെയ്തു പോയി. അല്ല, പക്ഷെ ട്രെയിൻ എനിക്ക് മിസ്സാവുന്നതിൽ ടെൻഷൻ ഇല്ല, അടുത്ത് കിട്ടും. അത് ആക്ച്വലി നല്ലതല്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ വന്ദേ ഭാരത് മിസ് ചെയ്താൽ പൈസ മൊത്തം പോയി. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസം തന്നെ ഏത് ട്രെയിനിൽ വേണമെങ്കിലും കയറാം. പിന്നെ നല്ലത്, അതുകൊണ്ട് അത്രയും സ്ട്രെസ് ഇല്ല. അടിപൊളി. നോക്ക് ലെഗ് റൂം, നോക്ക് എന്ത് ലെഗ് റൂം. ഇതുപോലെയൊക്കെ വെച്ചിട്ടുണ്ട് അവര്. മറ്റേ ഈ തൈവാനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ടുള്ളതും. ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റില്ല. നല്ല ബാത്റൂം കാണും, റിക്ലൈനും കാണും. ഇരിക്കാൻ മുകളിലേക്ക് എയറോപ്ലെയിൻ്റെ ബിസിനസ് ക്ലാസ്. 390 കിലോമീറ്റേഴ്സ് ആണ്. 1.5 മണിക്കൂർ മതി. ട്രെയിൻ ജേർണി 1.5 മണിക്കൂറേ ഉള്ളൂ. വ്യൂ ഒന്നും കാണാൻ പറ്റില്ല, രാത്രി പോയി. ടണലാണോ? ഇതെന്തൊക്കെയാ വാങ്ങിയത് കാണണോ? എല്ലാം പ്രിയയുടെ ടൈപ്പ്. ഇത് ബട്ടർ ക്രീം ആൻഡ് റീസൺസ്, കിസ്മിസിന്റെ ബൺ. ഇത് മിൽക്ക് ബട്ടർ ബ്രെഡ് ബൺ. പൈനാപ്പിൾ ബൺ. കസ്റ്റേർഡ് ബൺ. ട്യൂണ ആൻഡ് എഗ് സാൻഡ്വിച്ച്. For you also. ഒന്നുമില്ല. അത് ഒരെണ്ണം കൂടെ വാങ്ങി. 1 for you, 1 for me. ഇതും അങ്ങനെയാ, ട്രെയിനെ പോലെ ഒരെണ്ണം വാങ്ങി കഴിക്കില്ല. പിന്നെ ഈ പറയുന്ന കേട്ടോ ഞാനാണ് എല്ലാം ഫുഡ് വാങ്ങണേന്നാണ്. കോൾഡ് കോഫി For me, no for you. അല്ലേ? അതും 2 വാങ്ങിയിട്ടുണ്ട്. ഇതെന്ത്, ഇതിന്റെ അകത്തൊരു ഷോപ്പ് ഉണ്ടല്ലോ. ഫൈനലി ഡെസേർട്ട്. നമ്മളിവിടെ പിക്നിക് ആഘോഷിക്കാൻ വന്നാണോ? ട്രെയിൻ റൈഡ് ഇസ് എ പിക്നിക് ഫോർ മീ. ആൽമണ്ട് ആൻഡ് ചോക്ലേറ്റ്. എല്ലാം അപ്പയ്ക്ക് അതേതോ, ചുമ്മാ കള്ളം പറയാ. ഇതെല്ലാം അപ്പയ്ക്ക് വാങ്ങിച്ചതാ. എന്നിട്ട് അപ്പ പറയാണ് അമ്മയ്ക്കും വേദുനാ വാങ്ങിച്ചെന്ന്, അല്ലേ? ജപ്പാനിൽ എന്റെ ഫേവറേറ്റ് സാധനമായിരുന്നു എഗ് സാൻഡ്വിച്ച്. ഇതിന്റെ ഒരു 3 times ബെറ്റർ ആണ് ജപ്പാനില്. അടിപൊളിയല്ലേ? എന്ത് പഴയ ബിൽഡിങ്സ് ആണ് നോക്ക് പറയാ. പഴയ നമ്മുടെ എറണാകുളത്തൊക്കെ പോലത്തെ ബിൽഡിംഗ് പോലെ ഉണ്ട്. എറണാകുളത്ത് എന്റെ കാട്ടി പുതിയതാ ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാം. പക്ഷെ റെയിൽവേ ക്വാർട്ടേഴ്സ് പോലെ അതുപോലെ ഉണ്ട് കുറെ ബിൽഡിങ്സ്. പക്ഷെ നല്ല എൻജോയബിൾ അല്ലേ? കറക്റ്റ് ടൈം നമ്മൾ ട്രെയിൻ ജേർണി എടുത്തത്.
കറക്റ്റ് സൺസെറ്റ്. It's very smooth also. അറിയില്ല ഈ സ്പീഡിൽ പോകുന്നത് എന്ത് ബ്യൂട്ടിഫുൾ ആണ് നമുക്ക്. നല്ല സ്പീഡ് ആയിരിക്കില്ലേ? 150 170 ആ സ്പീഡേ പോകുന്നുള്ളൂ. ജസ്റ്റ് എന്തൊരു ഭംഗിയാ നമുക്ക് ട്രെയിനിൽ നിന്ന് നമുക്ക് പ്ലെയിൻ കാണാൻ പറ്റുന്നുണ്ട്. പോയി ക്ലൗഡ്സിന്റെ ഇടയിൽ പോയി. പക്ഷെ നല്ല സീനിക് ആട്ടാ തൈവാൻ അല്ലേ. ഈവൻ തൈപ്പേ സിറ്റി ആണെങ്കിൽ പോലും ഭയങ്കര സീനിക്, കുറെ പച്ചപ്പുണ്ട്. ആ വെയിലടിക്കുന്നത് സാരമില്ല, ഇടയ്ക്ക് ബിൽഡിംഗ് വന്ന് മറയും. അതൊക്കെ തണല് വന്നു. ഇവിടെ സൈലൻസ്. ഒന്നും മിണ്ടാതിരിക്കാം, സൗണ്ട് എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ നോക്കും. ട്രെയിൻ ആയിരുന്നെങ്കിലേ നമ്മുടെ ട്രെയിൻ ആയിരുന്നെങ്കിൽ എത്ര ചായയും കാപ്പിയും പോവായിരുന്നു. സൗണ്ട് കാണുമായിരുന്നു. ബേബി വരെ സൈലന്റ് മിണ്ടാണ്ടിരിക്കുന്നതാ ബേബി. പേടിച്ചിട്ടാന്നൊന്ന് പാവം. ആ കർട്ടൻ വരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടമായി. നല്ല ക്ലാസി കർട്ടൻ. അത് ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് തിക്ക്. സൺഷെയ്ഡ് ലൈറ്റും അടിക്കുന്നുണ്ട്. ഒരു ഭംഗിയുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഇതിൽ കൂടെ ലൈറ്റ് വരും, പക്ഷെ അത്ര തിക്കല്ല. ഇതേതോ അടുത്തൊരു സിറ്റി എത്തിയിട്ടുണ്ട്. ടൗഷിയോങ് അങ്ങനെ ഏതോ ഒരു സിറ്റിയാന്ന് തോന്നുന്നു. സൺ കണ്ട ബാക്കില്. ഇതൊരു വലിയ സിറ്റിയാണ്. ഇതേ കുറച്ച് സൺ കൊള്ളു. ഇതാ നമ്മുടെ സ്റ്റേഷനാ. ബാ ഇറങ്ങ. എന്തായി വേദന്റെ തലയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പാസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും തല വീഴും. എല്ലാരും ഇറങ്ങുവാണ്, വേണമെങ്കിൽ ഇറങ്ങിക്കോ. എല്ലാരും ഇറങ്ങുവാണ്. ഏതോ മെയിൻ സ്റ്റേഷനാണ്. എനിക്ക് സ്പീഡിൽ പ്രിയ പാൻഡേനെ പോലെയാണ്. ഒന്നും ശ്രദ്ധിക്കുന്നില്ല, എന്തോ ഫോണിലാണ്. ഈ ഫുഡ് ഇവിടെ ഇരിക്കുന്നുണ്ട്, പക്ഷെ പാൻഡേനെ പോലെ ഇതെടുത്ത് പ്രിയയുടെ കൈ കൊടുത്തു കഴിഞ്ഞാൽ പ്രിയ കഴിക്കും. കണ്ട, ശ്രദ്ധിക്കുന്ന പോലും ഇല്ല. ഇതിന്റെ ഫുഡാണോ അമ്മ കഴിക്കുന്നത്? അപ്പ തരാം മോന്. വെൻഡിങ് മെഷീൻ വരെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. നമുക്ക് കൊക്കക്കോളയോ വെള്ളമോ ലെമൺ ടീയോ എന്ത് വേണമെങ്കിലും ഇവിടുന്ന് കുടിക്കാം. അതല്ലാതെ ടോയ്ലറ്റ്സിന് ജെൻസിന് വേറെ, ലേഡീസ് വേറെ. ഇതൊന്നും അല്ലാതെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ട് ഇവിടെ, ഫോൺ ചാർജ് ചെയ്യാനായിട്ട്, ഇൻക്ലൂഡിങ് കേബിള്. ടോയ്സ് ഒക്കെ വേഗം ആവട്ടെ. പ്രിയനെ കൊണ്ടുണ്ടല്ലോ ഒരു കാര്യം. കറക്റ്റ് നമ്മുടെ സ്റ്റേഷൻ എത്തിയപ്പോ ഒരു മിനിറ്റത്തേക്ക് ബാത്റൂമിൽ പോയിട്ട് ട്രെയിനിൽ കയറുമ്പോ അവിടെ ഇരുന്ന് മൊത്തം ക്ലീൻ ചെയ്ത് ഇറങ്ങി, അത് ക്ലീൻ ചെയ്ത് ഇറങ്ങി. ഇപ്പൊ പോയാനെ വേറെ എവിടെങ്കിലും പോയി എത്തിയാനെ. പാന്റ് പകുതി ഇട്ടോണ്ട് ഓടി വന്നു. ഓക്കെ, അപ്പൊ എത്തി സ്ഥലം. അതിനിടയ്ക്ക് വേദു ഓടുന്നു. അമ്മേനെ വിളിക്കട്ടെ, അമ്മേനെ വിളിക്കട്ടെ. ക്ലീൻ ചെയ്യുന്നുണ്ടോ? ഓടി നടന്നാണ് ക്ലീൻ ചെയ്യുന്നത്. ബുള്ളറ്റ് ട്രെയിൻ അല്ല, കുറച്ച് ടൈമേ ഉള്ളൂ. പറന്ന് നടന്നാണ് ഒരു സംഭവം ക്ലീൻ ചെയ്യുന്നത്. അത് വേറൊരു ഗുണം എന്താണെന്നറിയോ? ആരും അഴുക്കാക്കത്തില്ല ട്രെയിൻ. എല്ലാം മാറ്റുക, ഓരോന്നിന്റെ ബാക്ക് കവേഴ്സ് ഒക്കെ മാറ്റുക അവര്. അത്രയും ഹൈജീനിക് ആയിട്ടാണ് അവർ നോക്കുന്നത്. ആകെ കൂടെ അവർക്ക് പണി കിട്ടാൻ പോകുന്ന പ്രിയയുടെ ടോയ്ലറ്റാ. ഫ്ലഷ് ചെയ്യാതായിരിക്കും ഓടി വന്നത്, ഉറപ്പാ. അത് തന്നെ. എത്തിയിരിക്കുന്നത് എവിടെയാണ്? എനിക്കറിയില്ല, ഒരു ഐഡിയ ഇല്ല. ബില്ലു പറയണോ ഞാൻ ഇങ്ങനെ നമ്മള് കൗസിയാങ് എന്ന് പറയുന്ന ഒരു സിറ്റിയിലാണ് എത്തിയിരിക്കുന്നത്. നമ്മളിപ്പോ ഏത് നാട്ടിലാ? തൈവാൻ തന്നെയാ പ്രിയ. ഇതിപ്പോ കിളി പോയ പോലെ. ഇത് നമ്മൾ എവിടെയാ? അപ്പൊ ഇവിടുത്തെ സ്റ്റേഷൻസ് ഒക്കെ അടിപൊളിയാണ്. എക്സ്ട്രീംലി മോഡേൺ, പക്ഷെ ഒരു വിന്റേജ് ലുക്ക് ഉണ്ട്. ഇറ്റ് ഇസ് വെരി ബ്യൂട്ടിഫുൾ. ഫുഡ് സ്റ്റേഷനിൽ നിങ്ങൾ പോകുന്ന ദിവസം വേറെ എവിടെ നിന്നും കഴിക്കാതെ സ്റ്റേഷനിൽ നിന്നൊന്ന് കഴിക്കുക. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ടാക്സി എടുത്തിട്ട് വേണം നമ്മുടെ ഹോട്ടലടുത്തേക്ക് പോകാൻ. ഇപ്പൊ നമ്മൾ വന്ന ബുള്ളറ്റ് ട്രെയിനാ. ഇവിടുന്ന് മാറി മെട്രോയിൽ കയറി ഹോട്ടലിൽ പോവാം, അല്ലെങ്കിൽ ടാക്സി പോവാം. ഉറപ്പായിട്ട് ഇത് ഇനി മെട്രോയിൽ കൂടെ കയറ്റി എന്നെ കൊണ്ട് വയ്യ. ഒരു 500 രൂപ കൂടുതലായാലും കുഴപ്പമില്ല. ഇത് പെട്ടി കൊണ്ട് അങ്ങോട്ട് പ്ലാറ്റ്ഫോമിൽ, ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമിൽ ലിഫ്റ്റ് അമർത്തി ട്രെയിൻ കയറി ലഗേജ് കയറി പാടാ. നമ്മൾ ഇതുപോലെ ടാക്സി സ്റ്റാൻഡിൽ നിൽക്കുവാണ്. ഇവിടെ ടാക്സി ഊബർ ആപ്പ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ മീറ്റർ ടാക്സി കയറിയ തായ്ലൻഡ് പോലെ ഒന്നല്ല, ഒരു പറ്റിക്കലും ഇല്ല. ധൈര്യത്തോടെ കയറാം നമുക്ക്. അല്ലെങ്കിൽ ഊബർ ആപ്പ് ഉപയോഗിക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഈ ടാക്സി തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അവർ പറഞ്ഞ് വലിയ ടാക്സി നിർത്തി തരാമെന്ന്. ദേ വന്നു വേദു. ടൈപ്പേന്ന് ഇങ്ങോട്ട് വന്നപ്പോഴേ പ്രിയ ഭയങ്കര കാലിയായിട്ട് തോന്നുന്നു അല്ലേ?
ടൈപ്പ് എന്തൊരു എം ടി ആയിരുന്നു, അല്ല എന്തൊരു തിരക്കായിരുന്നു. ഇവിടെ വന്നപ്പോ റോഡ്സ് ഒക്കെ എം ടി, അത് മെയിൻ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത്. എന്തായാലും നല്ലതാണ്, കുറച്ചും കൂടെ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കാണാം ഇവിടെ. സിറ്റി ഏത്? സെക്കൻഡ് ബിഗ്ഗസ്റ്റ് സിറ്റി ഇൻ തൈവാനാ. നോക്കിക്കേ, ഇതേ അത്രയും ടൂറിസ്റ്റ് സിറ്റി അല്ല, ഇപ്പൊ ഡെവലപ്മെന്റ് ആയിട്ട് വരുന്നേ ഉള്ളൂ, ലൈക് ടൂറിസത്തിന് വേണ്ടി. പക്ഷെ വീണ്ടും തൈവാൻ ഷോക്ക് മീ വിത്ത് ഹൗ ബ്യൂട്ടിഫുൾ ദ റോഡ്സ് ആ. എന്ത് ഓർഗനൈസ്ഡ് ആണ്. ഇത് സിറ്റിയുടെ നടുക്കുള്ള മെയിൻ റോഡാണ്. സോ റോഡ് അങ്ങനെ തന്നെ 3 ലൈൻ ആയി പോകും. സൈഡിൽ പാർക്കിങ്ങും സർവീസ് റോഡും ഷോപ്സ് ഒക്കെ അവിടെ മാത്രമേ ഉള്ളൂ. ഷോപ്സ്, അപ്പാർട്ട്മെന്റ്സ് എന്താണെങ്കിലും. സോ റോഡ് കാലിയാണ്. ആൻഡ് അതുകൊണ്ടാണ് ഇത്രയും നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്. അടിപൊളിയല്ലേ ഇങ്ങനത്തെ സെറ്റപ്പ്. നമ്മൾ ഹോട്ടലെത്തി. ഹോട്ടൽ കാണിക്കുന്നതിന് മുമ്പ്, ചെറിയ ഹോട്ടലാണല്ലോ, വലുതായിട്ട് കാണിക്കാനില്ല. അതിന് ഇന്നലെ തൊട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ, 2 ദിവസമായിട്ട് കരച്ചില്. തൊട്ട് ഓപ്പോസിറ്റ് ഡോമിനോസ് പിസ്സ. ഇതൊന്നും അറിഞ്ഞോണ്ട് ബുക്ക് ചെയ്യുന്നതല്ല, ഇതൊക്കെ മാനിഫെസ്റ്റേഷൻ ആണ്. വേദു വരെ മാനിഫെസ്റ്റ് ചെയ്തെടുത്തു പിസ്സ. വേദു പറഞ്ഞില്ലേ പിസ്സ വേണമെന്ന് പറഞ്ഞില്ലേ? ടബില്ലാന്നാ? നമുക്ക് നോക്കാം. ചിലപ്പോ പറയുന്നേക്ക് മോൻ മനസ്സിൽ ആലോചിക്ക്, ഗോഡ് ടബുള്ള റൂം താ, ഗോഡ് ടബുള്ള റൂം താന്ന് പറ. പ്രാർത്ഥിച്ച ചിലപ്പോ ടബുള്ള റൂം കിട്ടിയാലോ. ഒരു സ്റ്റാർ ഹോട്ടൽ പോലെ ഇല്ലേ? അന്റെ അടുത്ത് പോയി നിക്കല്ല, അത് മേത്ത് വീണല്ലോ. എന്തൊരു പോഷ് ഫീലിംഗ് അല്ല ഹോട്ടല് അല്ലേ? ആ മുഖത്തെ തിളക്കം നോക്ക്. മെയിൻ സിറ്റിയില് നടുക്ക്. ഇവിടുന്ന് ഒരു 6 മിനിറ്റ്സ് 7 മിനിറ്റ്സ് മെട്രോ ആണോ? 7-Eleven അടുത്താ, ഓപ്പോസിറ്റാ. ഒരു അടി ഒരു കിടില ഹോട്ടൽ പോലെ തോന്നുന്നു. ഇങ്ങനെ ഭയങ്കര സ്പേഷ്യസ് ലോബി, ഈ ലൈറ്റിങ്ങും എല്ലാം കൂടെ കാണുമ്പോൾ ഒരു 5 സ്റ്റാർ ഹോട്ടലിന്റെ ഫീലിംഗ് ഉണ്ട്. ഇനി എന്തായാലും നമുക്ക് റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ഒരു ദിവസമെങ്കിലും കഴിക്കും പ്രിയ. 1 2. ഇത് ഭയങ്കര സ്റ്റൈലായിട്ടുണ്ടല്ലോ. ഓ പ്രിയ, വെള്ളം ഇനി തന്നെ ഒന്ന് നിറച്ചോണം കേട്ടല്ലോ. സുഖമായിട്ട് ഇവിടെ വെള്ളം കിട്ടും. 1 2. എന്ത് ഭയങ്കര സ്റ്റൈലായിട്ടുണ്ട് ലിഫ്റ്റ് ഒക്കെ. ഓ അപ്പൊ ലിഫ്റ്റിന് നടക്കും വേണ്ട. ഓക്കെ, വേദു ഹാപ്പി ആവോ നോക്കട്ടെ ആദ്യമേ. വെൽക്കം ടു W ഹോട്ടൽ കൗസിയാൻ. വൂ ഹോട്ടലാ? വൂ ഹോട്ടൽ. അപ്പൊ ശരിക്കും വൂ ആണ് ഹോട്ടല്? വൂ ആണ് ഹോട്ടല്. നോക്കാം. വെൽക്കം ടു പ്രിയാസ് റൂം ടൂർ. ഓക്കെ, അമ്മയും മോനും ഹാപ്പി ആണോ? വെരി ഹാപ്പി. ഓക്കെ. പക്ഷെ വീട് വന്ന ഉടനെ തന്നെ പറഞ്ഞറിയോ, ഇവിടെ മിറർ ഇല്ല. അത് സത്യമല്ലേ, ഇവിടെ ഫുൾ മിറേഴ്സ് ഉണ്ട്, പക്ഷെ അതൊക്കെ ബ്ലാക്ക് മിറേഴ്സ് ആണ്. അതെ, കേറി വരുമ്പോ ഇവിടെ ഒരു വാർഡ്രോബ് ഉണ്ട്. ഓക്കെ, വാർഡ്രോബ് ഉണ്ട്. ഭയങ്കര ക്ലാസ് അല്ലേ, ഫുൾ കാർപ്പറ്റഡ് ഫ്ലോർ ആണ്. ഹോട്ടൽ is 4,000 rupees with breakfast. This one? Yeah. Damn cheap. Yeah. പിന്നെ Never. This actually looks like a 10 range. Yeah, 8,000 to 10,000 പോലെ തോന്നും. So come. വന്ന ഉടനെ തന്നെ വലിയ ബെഡ് ഉണ്ട്. വലിയ അത്യാവശ്യം നമ്മുടെ പെട്ടിയൊക്കെ വെക്കാൻ പറ്റും. എല്ലാ പെട്ടി ഇവിടെ സുഖമായിട്ട് കൊണ്ടുവന്ന് വെക്കാം. ഡെസ്ക് ഉണ്ട്. പ്രിയക്ക് രാത്രി ഇന്ന് എക്സിബിഷൻ പ്ലാനിങ് ഒക്കെ നടത്താനായിട്ട് എനിക്ക് പണി ചെയ്യാൻ വേണ്ടി ടിവി ഉണ്ട്, കോഫി ടേബിളും എല്ലാ സൗകര്യവും ഉണ്ട്. ലോക്കർ ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ. എനിക്ക് നമ്മൾ ഇത്രയും വർഷമായിട്ട് ട്രാവൽ ചെയ്തിട്ട് ഒരു തവണ പോലും ഹോട്ടലിലെ TV ഉപയോഗിച്ചിട്ടില്ല. രാവിലെ പോയി രാത്രിയില് വരുന്നു. അത് കണ്ട, ഇതാണ് ആ റിവർ പോലെ നേരെ വെള്ളം. അതാണ് ഇവിടുത്തെ മെയിൻ ഏരിയ. വി ഹാവ് ക്രൂസ് ആൻഡ് ഓൾ ഓവർ ഹിയർ ഇൻ ദ നൈറ്റ് ലൈക്ക് വെനിസ് ഇൻ എ ഗണ്ടോല. യെസ്. ആൻഡ് റൂമിന്റെ ഒരു ആംബിയൻസ് ഒക്കെ മൊത്തം ഒരു വോം ആംബിയൻസ് ആണ്. ഭയങ്കര രസമായിട്ടുണ്ട്. ഇനി ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ കാണിക്ക. വേദുവിന് എന്താ ഇഷ്ടപ്പെട്ടെന്ന്? അമ്മ വരണ്ട, മാറിക്കോ. അമ്മ വരില്ല. പറ. ഇത്ര ഹാപ്പി എന്താ അറിയോ, ഒരു കിടിലൻ ടബ് ഉണ്ട്, വലിയ ക്യൂബിക്കലുണ്ട്, പിന്നെ ഓബിയസ്ലി നോർമൽ ക്ലോസറ്റ് അതും, ആൻഡ് നല്ല ഒരു ഇവിടെ ഒരു മിററും ഉണ്ട്. എല്ലാം എൽത്തോസ് ഇല്ല ഇവിടെ. മിക്ക ഹോട്ടലിൽ എൽത്തോസ് ഇല്ല. ഒന്നില്ലെങ്കിൽ ടോയ്ലറ്റിൽ ഓട്ടോമാറ്റിക് ഫ്ലഷ് ഓട്ടോമാറ്റിക് അത് കാണും, അല്ലെങ്കിൽ നമ്മള് ടിഷ്യൂ പേപ്പർ
ഓക്കെ, അപ്പൊ ഒന്ന് ഫ്രഷ് ആയിട്ട് ഇതിന് പിസ്സ വാങ്ങാം. ഓക്കെ, എല്ലാവർക്കും പിസ്സ മതി. ഓക്കെ, അടിപൊളി കാര്യങ്ങൾ നമ്മൾ ഇവിടെ തന്നെയാണ്. പക്ഷെ എന്താ അറിയോ, തണുപ്പൊക്കെ പോയി കേട്ടോ. ഇപ്പൊ ഒരു 27 ഡിഗ്രീസ് ഒക്കെ ആയി ഇവിടെ. എന്തായാലും ഞങ്ങൾ ഇവിടെ ഉള്ള അത്രയും കാലം അറ്റ്ലീസ്റ്റ് ഒരു മാനേജബിൾ ഹീറ്റിലേക്ക് വന്നാൽ മതിയായിരുന്നു. കാരണം സമ്മേഴ്സ് ആർ വെരി ഹോട്ട് ഇൻ തൈവാൻ. മഴയാണെങ്കിൽ ഹൊറബിൾ ആണ്. ടൈഫൂൺ ഒക്കെ സ്ഥിരമായിട്ട് ഉണ്ടാകുന്ന സ്ഥലമാണ്. ഇതിൻ്റെ അടുത്ത് തന്നെ, തൊട്ടടുത്ത് തന്നെ 7-Eleven അവിടെ ഉണ്ട്, ഡോമിനോസ് അവിടെ ഉണ്ട്, ഹാപ്പി മെട്രോ സ്റ്റേഷൻ ഇവിടെ അടുത്തെങ്ങാണ്ട് ഉണ്ട്. ഫുട്പാത്ത്സ് ഒക്കെ കണ്ടാ തിളങ്ങുന്നു രാത്രി. എന്തൊരു അടിപൊളിയാന്ന് നോക്ക്, തിളങ്ങുന്ന ഫുട്പാത്ത്. അത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഞങ്ങളുടെ മിക്ക ദിവസത്തെ ഡിന്നർ മിക്കവാറും 7-Eleven ആയിരിക്കും. ഇവിടെ സുഖമായിട്ട് ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലമുണ്ട്, ടേബിൾ ഉണ്ട്, ഇഷ്ടംമാതിരി ഐറ്റംസ് കാണും. 7-Eleven വ്ളോഗ് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല, നോക്കട്ടെ, പറ്റുമെങ്കിൽ എന്തായാലും ചെയ്യാം. ഹലോ, പിസ്സ റെഡി, പിസ്സ റെഡി. പോയിരുന്നോ? എത്ര ദിവസമായി ചോദിക്കുന്നു. ഞാൻ കുറെ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. കൊളാജിനൊക്കെ വാങ്ങി, കുറെ ഇങ്ങനത്തെ സപ്ലിമെന്റ്സ് ഒക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴാണ് വാങ്ങുന്നത്. ഇത് കൊളാജാണ്. കൊളാജ് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ 5000 mg പെർ ഡേ എങ്കിലും മിനിമം കഴിക്കണേ. കോംബോ മീല കിട്ടിയത് കേട്ടോ. സോ ഇത് ഗ്രിൽഡ് ചിക്കന്, ഇത് ഗ്രിൽഡ് തൈ, 2 പേഴ്സണൽ പിസ്സ, ഇതെല്ലാം കൂടെ 800 rupees ആണ് ആയത്. ഇതല്ലാതെ കുറച്ച് 7-Eleven സ്നാക്സും വാങ്ങിയിട്ടുണ്ട്. ഇത് ഹാപ്പി ആയിട്ടിരുന്ന് കഴിക്കുവോ? അല്ലെങ്കിൽ ഞാൻ കഴിക്കട്ടെ, എന്റെ പിസ്സ ഞാൻ കഴിക്കട്ടെ. പിസ്സ ഉണ്ടല്ലോ വേറെ ലെവലാണ് കേട്ടോ. ഇത് ചീസ് ക്രസ്റ്റ് പിസ്സയാണ്. നമ്മുടെ നാട്ടിലെ പിസ്സ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് സോ ലോഡഡ്, ഫുൾ ഓഫ് മീറ്റ്, കോൺ, ചീസ് ആൻഡ് സ്മോക്ക് ചിക്കൻ ആണ്. അതുപോലെ തന്നെ ഇവിടെ ഗ്രിൽ ചിക്കനും എന്തൊരു ജ്യൂസിയാന്നറിയോ. സോ യമ്മി, സോ ടേസ്റ്റി, ഔട്ട്സ്റ്റാൻഡിങ്. വേറെ ലെവലാണ് കേട്ടോ. തൈവാനിലെ എല്ലാ ഫാസ്റ്റ് ഫുഡും സൂപ്പർ അല്ലേ? സൂപ്പർ അല്ലേന്നാ. ഓക്കെ ഗൈസ്, അപ്പോൾ ഒരു ടയറിങ് ലോങ് ഡേക്ക് ശേഷം ഞങ്ങൾ റൂമിലൊക്കെ എത്തി റിലാക്സ് ചെയ്ത് പിസ്സയൊക്കെ കഴിച്ച് ഇനി ഉറങ്ങാൻ പോവാണ്. നാളെ ഇനിയിപ്പോൾ ഇവിടെ ഒരു 3 ദിവസം കൂടെ ഉണ്ട്. ഈ ഒരു ഏരിയ ലവ് റിവർ എന്നൊക്കെ പറഞ്ഞ സ്ഥലമുണ്ട്, അത് എക്സ്പ്ലോർ ചെയ്യണം. 7-Eleven വ്ളോഗ് എന്തായാലും ചെയ്യും. ഇവിടുത്തെ 7-Eleven കണ്ടപ്പോൾ ഞെട്ടി, ബാർ വരെ ഉണ്ട്. സോ അതൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഹോപ്പ്ഫുള്ളി ഗൈസ് എൻജോയ് ടുഡേയ്സ് വ്ളോഗ്. അടുത്ത വ്ളോഗിൽ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ.